ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷൻ കാണാം. ചില ബാഗുകളൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. അത് ഞാൻ എടുക്കുമ്പോൾ ഓരോന്നായിട്ട് പറയാട്ടോ. ഫസ്റ്റ് വരുന്ന ബാഗ്, ഇത് ഓഫീസ് ബാഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ബാക്ക് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ സെന്റർ സിബ് തുറന്ന് ഇവിടെ സെന്ററിൽ ഒരു സിബാണ്. ഈ സിബ് തുറന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് ലാപ്ടോപ്പ് വെക്കാനുള്ള പോർഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാ ഇത് ലാപ്ടോപ്പ് ബാഗ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് ലാപ്ടോപ്പിന്റെ ഉപയോഗം വരുന്ന ആളുകൾക്ക് ലാപ്ടോപ്പ് വെക്കാനുള്ള പോർഷൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ലാപ്ടോപ്പ് ബാഗ് എന്നാണ് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഈ സൈഡിലും വേറെ ഒരു പോക്കറ്റ് കൂടിയുണ്ട്. ഇത് റെക്സിനിൽ വരുന്ന ബാഗ് തന്നെയാണ്, പക്ഷെ ലോ റെക്സിനല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള റെക്സിനാണ്. ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഷോൾഡറിൽ ഇട്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഒരു കോഫി ബ്രൗൺ കളറിലാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 880, 880. ഇനി ഇതിൽ വരുന്ന ഷെയ്ഡുകൾ എന്ന് പറയുന്നത് ഇതാ ഒരെണ്ണം ഒരു എന്താ പറയാ, ബീജ് കളറല്ല, പിങ്ക് അല്ല, രണ്ടിന്റെയും ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. പിന്നത്തെ വരുന്ന കളറ് ഒരു ലാവൻഡർ ഷെയ്ഡാണ്. പിന്നത്തത് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്, ബീട്രൂട്ടിന്റെ ഇത്തിരിയും കൂടി മിക്സ് ഉണ്ട് കളറ്. അങ്ങനെ 4 ഷെയ്ഡാണ് ഈ ബാഗിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 880, 880. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതുപോലെ ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഷോൾഡർ ബാഗ് ആണ്. കണ്ട, ഇതിന്റെ സ്ട്രാപ്പിന് കുറച്ച് വീതിയുള്ള സ്ട്രാപ്പാണ്, പക്ഷെ വെയിറ്റ് ഒന്നും അധികമില്ല, പൊട്ടിപ്പോകുന്നതല്ല. ഇത് ബോക്സ് ബാഗ് എന്നാണ് ഇതിന് പറയാ, ബോക്സ്. ഇതുപോലെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. ഇതിന് 3 കമ്പാർട്ട്മെന്റ് തന്നെ ഉള്ളത്. 1, 2, 3. ഇതിന്റെ ഉള്ളില് 500 ml വെള്ളം കുപ്പി ഈസി ആയിട്ട് വെക്കാൻ പറ്റും. കൊടയും വെക്കാൻ പറ്റും. പിന്നെ ഇതില് ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ഒരു എംബ്ലം ഇങ്ങനെയാണ്. ഈ എംബ്ലം വെക്കാൻ വേണ്ടിയിട്ട് ഒരു അടയാളം ഇട്ടതാണ് ഇതിങ്ങനെ കാണുന്നത്. അതല്ലാതെ ഇതൊരു ഡാമേജ് അല്ല കേട്ടോ. ഇത് നമ്മൾ എന്തെങ്കിലും ഒരു തുണിയെടുത്ത് നല്ലതുപോലെ തുടച്ചിട്ടുണ്ടെങ്കിൽ പോകും. ഇത് നല്ലതുപോലെ സാധനങ്ങൾ കൊള്ളുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 430, 430. ഇനി ഇതിന്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബീട്രൂട്ട് കളറ്. ഇതിങ്ങനെ നീളം കൂട്ടാട്ടോ. ഇതുപോലെ നല്ല ലെങ്ത് ഉള്ള ഷോൾഡർ ബാഗ് ആണ്. വേറെ ഒന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കു കളറ്. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഈ ബാഗിൽ വന്നിരിക്കുന്നത്. ഇത് നല്ലതുപോലെ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു ബാഗാണ്. നല്ല ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 430. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. നിങ്ങളത് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. നല്ല സ്പോഞ്ച് പോലെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബാഗാണ്. അതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഇതുപോലെ ഒരു പ്രസ് ബട്ടൺ ആണ്. ഇതില് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതില് 2 പോക്കറ്റ് ആണ് ഉള്ളത്. ഇതുപോലെ 2 പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും നടുവിലായിട്ടും ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട്. അത് കൂടാതെ ഇതിന് സ്ലിങ് ഉണ്ട് കേട്ടോ. സ്ലിങ് ആയിട്ട് ഉപയോഗിക്കാൻ, ഷോൾഡർ ബാഗ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. ഇതിന്റെ സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൊട വെക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിൽ മൊബൈലും 5 ഫോൾഡിന്റെ കൊട, മൊബൈല്, പൈസ, കാർഡ് ഇതെല്ലാം വെക്കാൻ പറ്റും. നല്ലൊരു സ്റ്റാൻഡേർഡ്, നല്ലൊരു ലുക്കുള്ളൊരു ബാഗാണിത്. ഇനി നമുക്ക് ഷോൾഡർ ബാഗ് ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ലിങ് ഇതുപോലെ മാറ്റി വെച്ചാല് കയ്യിലായാലും നമുക്ക് പിടിക്കാൻ പറ്റും. നല്ല ബാഗാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 545, 545. ഇനി ഇതിൽ വരുന്ന കളറുകൾ കാണാം. ഈ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ വരുന്ന കളർ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ്, ഡസ്റ്റി ഗ്രീൻ കളറ്. പിന്നെ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഹാഷ് കളറാണ്, ഗ്രേ കളറ്. പിന്നത്തെ കളറ് ബ്രൗൺ ഷെയ്ഡ്. പിന്നെ വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ്. പിന്നെ വരുന്നത് മൗ ഷെയ്ഡ്. ഈ മൗ ഷെയ്ഡും കോഫി ബ്രൗൺ ഷെയ്ഡും ഈ ബ്രൗൺ ഷെയ്ഡും, ഇത് 3 സിംഗിൾ പീസാണ്. ഇതിന് കളേഴ്സ് കിട്ടിയിട്ടില്ല. ബാക്കിയുള്ള ഈ 3 കളറിന് മാത്രമാണ് ഇവിടെ കുറച്ച് പീസുകൾ ഉണ്ടാവുക.
നെക്സ്റ്റ് ബാഗ് ഇതാ ഇതുപോലെ. ഇതും നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതിനും ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതാ പുറമെ ഇതുപോലെ ഒരു കള്ളി ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതാ സെന്ററിൽ ഒരു കള്ളി, രണ്ട് കള്ളി. പിന്നെ ഈ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ ഒരു പോക്കറ്റ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതാ ഇതിന്റെ സ്ലിങ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് നമുക്ക് ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കാം. ഇനി ഷോൾഡർ ബാഗായിട്ട് ഉപയോഗിക്കേണ്ടെന്നുള്ളവർക്ക് കയ്യിൽ പിടിച്ചാലും ഇതിൽ നല്ലതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള സാധനങ്ങളൊക്കെ കൊള്ളും. ഇതിലും കൊള്ളുട്ടോ. വാട്ടർ ബോട്ടിൽ ഈ 500 ml വെള്ളം കുപ്പി നമുക്ക് ഇതിലും വെക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഞാൻ സാധനങ്ങൾ പേപ്പറുകൾ എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇതിലേക്ക് ഇറക്കാത്തത് കേട്ടോ. ഇതും ഈ ബാഗിലും 500 ml ബോട്ടിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 535. ഇനി ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇങ്ങനെ രണ്ട് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. കോഫി ബ്രൗൺ, നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡും ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡും. ഇങ്ങനെ രണ്ട് ഷെയ്ഡുകളാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 535, 535. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പല പ്രാവശ്യം വീഡിയോയിൽ ഇട്ട് കാണിച്ച ബാഗാണ്. ഇപ്പോഴും കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ്. പക്ഷെ ഇതിന് പീസുകൾ കിട്ടാനില്ല. ആകെ 7 പീസാണ് കയ്യിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നവർക്ക് കിട്ടും കേട്ടോ, അല്ലാത്തവർക്ക് ഇപ്പോഴും കിട്ടില്ല. ഈ സാധനം അന്വേഷിച്ചിട്ട് കിട്ടാനില്ല. അപ്പോൾ ഈ ബാഗിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ പ്രസ് ബട്ടൺ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെയും ഒരു പൗച്ച് ഉണ്ട്. അത് കൂടാതെ ഇതാ ഇവിടെ ഒരു കള്ളിയുണ്ട്. പിന്നെ സെന്ററിൽ 2 സിബാണ്. ഈ 2 സിബ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ 2 കള്ളി. പിന്നെ ബാക്ക് സൈഡിലും ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗുകളാണ്. ഇതിലിപ്പോ നിറച്ച് പേപ്പറുകൾ കുത്തി നിറച്ച് വെച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങാത്തത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പതുപതുന്ന് ഇരിക്കുന്ന ബാഗാണ്. നല്ല ബാഗുകളാണ്. ഇത് മുന്നേ മേടിച്ചവർ വന്ന് കമന്റ് ചെയ്യണേ. അപ്പോഴാണ് ഇങ്ങനത്തെ കസ്റ്റമേഴ്സിന് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 525, 525. ഇത് നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡും വരുന്നുണ്ട്, ബീജിന്റെ ഷെയ്ഡും കൂടി. അങ്ങനെയുള്ളൊരു നല്ലൊരു ഷെയ്ഡാണ്. പിന്നെ ഇനി ഇതിൽ വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ ഗ്രേ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഈ പിങ്ക് കളറാണ്. ഇങ്ങനെ 3 ഷെയ്ഡാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷെ പീസുകൾ വളരെ കുറവാണ്. ആകെ എൻ്റെ കയ്യിൽ 7 പീസേ ഉള്ളൂ. ഈ ബാഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നതാണ്. ഇതാ ഷോൾഡർ ബാഗ്, നല്ല ലെങ്ത്തിൽ ഷോൾഡർ ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ലെങ്ത് ഉള്ള ബാഗാണ്. ഇതൊരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഗ്രീനും ഗ്രേയും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ നടുവില് ഇതാ 2 പോക്കറ്റാണ് ഇങ്ങനെ ഉള്ളത്. ഇതിന്റെ രണ്ടിന്റെയും കള്ളിയിൽ ഇതാ വീണ്ടും ഒരു പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിലും ഇതുപോലെ ഒരു കള്ളിയാണ് വരുന്നത്. ഇതൊക്കെ നല്ല നല്ല ബാഗുകളാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു ബാഗാണ്. അതുകൊണ്ട് കിട്ടിയ ഇത് വളരെ ആകെ 4 പീസാണ് ഇതുള്ളത്. അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കായിരിക്കും ഇത് ഇപ്പോഴും കിട്ടാട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 380, 380. ഇതില് വേറൊരു കളർ വരുന്നത് ഇതാ ഇതുപോലത്തെ ഒരു സിൽവർ ഗ്രേ കളറാണ്. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണ്. ഇതും ഷോൾഡർ ബാഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ബാഗാണ്. ഇത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ബാഗ്. ഇത് ഇങ്ങനെയാണ്, താഴേക്കാണ് ഇതിന്റെ ഷേപ്പ് പോയിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇതില് ഇവിടെ ഒരു കള്ളിയുണ്ട്, പുറത്തൊരു കള്ളിയുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ സെന്ററിൽ ഒരു കള്ളിയുണ്ട്. പിന്നെ ഇതാ ബാക്കിലും ഒരു കള്ളിയുണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴുകാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നല്ലൊരു മെറ്റീരിയലാണ്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കുപ്പി ഇതിന്റെ ഉള്ളിൽ കൊള്ളും കേട്ടോ. ഇതില് റേറ്റ് വരുന്നത് 610. ഈ 610-ല് 2 ഷെയ്ഡാണ് വരുന്നത്. ഫസ്റ്റ് കാണിച്ചത് ഇതുപോലെ, സെക്കൻഡ് ഷെയ്ഡ് ഇങ്ങനെ. ഇത് രണ്ടുമാണ് 610-ല് വരുന്നത്. ഇനി ഇതിന്റെ തന്നെ പാറ്റേൺ എല്ലാം സെയിം. പക്ഷെ ഇതിൽ തന്നെ ഇതിന്റെ കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു ബാഗാണ്. ഇതാ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയ ബാഗാണ്. ഇതിൽ 3 ഫോൾഡിന്റെ കൊടയും കൊള്ളും, വെള്ളത്തിന്റെ കുപ്പിയൊക്കെ കൊള്ളും. അങ്ങനത്തെ ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 650. ഈ 650 റേറ്റിൽ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഈ കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും ബാഗുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ.
എന്നെ 10Kയിൽ എത്തിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ തരാൻ പോകുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.